കള്ളപ്പണ ഇടപാട് കേസിൽ പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്ത് ഇഡി 2008-12 കാലയളവിൽ ഹരിയാനയിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലാണ് നടപടി. റോബർട്ട് വാദ്രയെ നേരത്തെയും അന്വേഷണ ഏജൻസി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. കള്ളപ്പണ ഇടപാട് കേസിലാണ് വയനാട് MP പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വാദ്രയെ ഡൽഹി ഓഫീസിൽ വിളിച്ചുവരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഹരിയാനയിൽ ഗുഡ്ഗാവിൽ ഷിഖോപൂരിൽ റോബർട്ട് വാദ്ര നടത്തിയ ഭൂമി കൈമാറ്റത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ നിഗമനം. കോൺഗ്രസ് ഭരണകാലത്ത് 2008-ൽ 3 ഏക്കർ ഭൂമി വാദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയിരുന്നു. 2012-ൽ ഇതേ ഭൂമി DLF-ന് 58 കോടി രൂപയ്ക്ക് വിറ്റതായി കണ്ടെത്തി. ഏപ്രിൽ 8-ന് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം സമൻസ് അയച്ചെങ്കിലും വാദ്ര ഹാജരായിരുന്നില്ല. തുടർന്നാണ് വീണ്ടും സമൻസ് അയച്ചത്. നേരത്തെ മറ്റൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും വാദ്രയെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് വാദ്ര നടത്തിയ ഇടപാടുകളിലെല്ലാം പ്രിയങ്കയ്ക്കും കോൺഗ്രസിനും പങ്കുണ്ടെന്നാണ് BJPയുടെ ആരോപണം. അതേസമയം ED നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്ന പതിവ് ന്യായീകരണമാണ് റോബർട്ട് വാദ്ര നടത്തിയത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചതിന് പിറകെ തന്നെ ലക്ഷ്യം വെക്കുകയാണെന്നും വാദ്ര പ്രതികരിച്ചു. सोच भी रहा हूँ राजनीति में आने के लिए, तो ये लोग दुरुपयोग करेंगे, एजेंसियों का इस्तेमाल करेंगे. केस में कुछ है ही नहीं यार. 20 साल थोड़ी ना लगेंगे कुछ जुड़ने के लिए. 15 बारी गया हूँ, 10 बारी बैठा हूँ और 10 घंटे बैठा हूँ और 23,000 डॉक्यूमेंट दिए हैं. जनम, दिल्ली.